ലോട്ടറി അടിക്കാൻ ആഗ്രഹമുണ്ടോ? ഈ നിയമം അറിയുക. ലോട്ടറി അടിക്കാനുള്ള രഹസ്യം ഭാഗ്യമല്ല, മറിച്ച് നിങ്ങൾക്കുള്ളിൽ തന്നെയുള്ളൊരു ശക്തിയാണെങ്കിലോ? ആ വിജയ ടിക്കറ്റ് നിങ്ങൾ എവിടെ നിന്നെങ്കിലും കണ്ടെത്തേണ്ട ഒന്നല്ല, മറിച്ച് നിങ്ങൾക്ക് സ്വയം നിർമ്മിക്കാൻ കഴിയുന്ന ഒന്നാണെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? സ്വാഗതം. ഇന്ന് നമ്മൾ വെറും സ്വപ്നങ്ങളെക്കുറിച്ചല്ല സംസാരിക്കുന്നത്. അനേകം ജീവിതങ്ങളെ മാറ്റിമറിച്ച ആഴത്തിലുള്ള ഒരു ആത്മീയ പാഠത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത്. നെവിൽ ഗൊദാർഡിന്റെ സങ്കല്പ നിയമം, ലോ ഓഫ് അസംഷൻ. ഈ നിയമം ഉപയോഗിച്ച് ലോട്ടറി എന്ന നിങ്ങളുടെ ആഗ്രഹം എങ്ങനെ നേടിയെടുക്കാം എന്നതിനെക്കുറിച്ച് ഘട്ടം ഘട്ടമായി വിവരിക്കുകയാണ് എന്റെ ലക്ഷ്യം. നെവിലിന്റെ പ്രധാന തത്വങ്ങൾ, എസ്എടിസ് റിവിഷൻ പോലുള്ള ശക്തമായ ടെക്നിക്കുകൾ, പിന്നെ എങ്ങനെ ഈ നിയമം നിങ്ങളുടെ ലക്ഷ്യത്തിനായി ഉപയോഗിക്കാം എന്നെല്ലാം നമ്മൾ ചർച്ച ചെയ്യും. അതോടൊപ്പം ഇത് പ്രയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ചും ശരിയായ മാനസികാവസ്ഥയെക്കുറിച്ചും നമ്മൾ സംസാരിക്കും. അതിനാൽ ശ്രദ്ധയോടെ ഇരിക്കുക, നിങ്ങളുടെ മനസ്സിനെ തുറന്നുവെക്കുക. നമുക്ക് നിങ്ങളിലെ സ്രഷ്ടാവിനെ ഉണർത്താം. നിങ്ങളുടെ യാഥാർത്ഥ്യം നിങ്ങളുടെ ബോധമാണ്. ഈ നിയമം ഉപയോഗിക്കുന്നതിനു മുൻപ് അതിന്റെ അടിസ്ഥാനം നിങ്ങൾ മനസ്സിലാക്കണം. യാഥാർത്ഥ്യത്തെക്കുറിച്ച് നിങ്ങൾ ഇതുവരെ ചിന്തിച്ചതിനെയെല്ലാം മാറ്റിമറിക്കാൻ ശക്തിയുള്ള ചില തത്വങ്ങളിലാണ് നെവിലിന്റെ പഠനങ്ങൾ പടുത്തുയർത്തിയിരിക്കുന്നത്. 1. ബോധം, കോൺഷ്യസ്നസ് മാത്രമാണ് യാഥാർത്ഥ്യം. നെവിൽ പഠിപ്പിച്ചത് നിങ്ങളുടെ ബോധം, അതായത് നിങ്ങളുടെ ഞാനുണ്ട് എന്ന തിരിച്ചറിവ്, അതാണ് ഈ ലോകത്തിലെ ഒരേയൊരു യാഥാർത്ഥ്യമെന്നാണ്. നിങ്ങൾ കാണുന്നതും തൊടുന്നതും അനുഭവിക്കുന്നതുമായ ഈ ലോകം നിങ്ങളുടെ ബോധത്തിന്റെ ഒരു ബാഹ്യരൂപം മാത്രമാണ്. ഇതിനെ ഒരു കുശവന്റെയും കളിമണ്ണിന്റെയും ഉദാഹരണത്തിലൂടെ ചിന്തിക്കാം. പ്രപഞ്ചം കളിമണ്ണാണെങ്കിൽ അതിന് രൂപം നൽകുന്നത് നിങ്ങളുടെ ബോധമാകുന്ന കുശവനാണ്. സമ്പന്നൻ, ദരിദ്രൻ, ഭാഗ്യമുള്ളവൻ, ഭാഗ്യമില്ലാത്തവൻ, ഇതൊന്നും സ്ഥിരമായ യാഥാർത്ഥ്യങ്ങളല്ല, മറിച്ച് നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ബോധത്തിന്റെ അവസ്ഥകളാണ്, സ്റ്റേറ്റ്സ് ഓഫ് കോൺഷ്യസ്നസ്. ഇവിടെയാണ് ഞാനാകുന്നു, IAM എന്ന ശക്തമായ വാക്കിന്റെ പ്രസക്തി. നിങ്ങൾ ഞാനാകുന്നു എന്ന് പറയുമ്പോൾ നിങ്ങളുടെ യാഥാർത്ഥ്യം നിങ്ങൾ പ്രഖ്യാപിക്കുകയാണ്. നിങ്ങളാണ് ആ കുശവൻ. അതിനാൽ സാഹചര്യങ്ങളുടെ ഇരയാണ് നിങ്ങളെന്ന ചിന്ത നിർത്തി സാഹചര്യങ്ങളുടെ എല്ലാം കാരണം നിങ്ങളാണെന്ന് തിരിച്ചറിയുക എന്നതാണ് ആദ്യപടി. 2. ഭാവനയാണ്, ഇമാജിനേഷൻ, യാഥാർത്ഥ്യം സൃഷ്ടിക്കുന്നത്. നിങ്ങളുടെ ഭാവന വെറുമൊരു നേരമ്പോക്കല്ല. നെവിലിന്റെ അഭിപ്രായത്തിൽ നിങ്ങളുടെ യാഥാർത്ഥ്യം രൂപപ്പെടുത്തുന്ന ദൈവികമായ ഒരു ശക്തിയാണത്. നിലവിലുള്ള ഓരോ വസ്തുവും ആദ്യം ഭാവനയിൽ രൂപപ്പെട്ടതാണ്. നിങ്ങളുടെ ഭാവനയിലെ ഓരോ പ്രവൃത്തിയും 4ാമത്തെ മാനത്തിൽ ഒരു യാഥാർത്ഥ്യമാണ്. അത് പിന്നീട് ഈ ഭൗതിക ലോകത്ത് ഒരു സത്യമായി ഉറച്ചുപോകുന്നു. അതുകൊണ്ട് നിങ്ങൾ ലോട്ടറി അടിച്ചതായി ഭാവനയിൽ കാണുമ്പോൾ നിങ്ങൾ വെറുതെ അഭിനയിക്കുകയല്ല, നിങ്ങളൊരു സൃഷ്ടിപരമായ പ്രവൃത്തിയിൽ ഏർപ്പെടുകയാണ്. നിങ്ങളുടെ ഭാവനയിൽ അത് എത്രത്തോളം യഥാർത്ഥമായി അനുഭവപ്പെടുന്നുവോ അത്രത്തോളം ഉറപ്പാണ് അത് നിങ്ങളുടെ ലോകത്ത് പ്രത്യക്ഷപ്പെടും എന്നതിന്. 3. വികാരമാണ് രഹസ്യം. ഫീലിംഗ് ഈസ് ദ സീക്രറ്റ്. ഇതാണ് എല്ലാത്തിന്റെയും താക്കോൽ. നിങ്ങൾക്ക് ദിവസം മുഴുവൻ ഭാവനയിൽ കാണാം, പക്ഷേ നിങ്ങൾക്ക് അത് അനുഭവിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഒന്നും സംഭവിക്കില്ല. എന്തുകൊണ്ട്? കാരണം നിങ്ങളുടെ ഉപബോധ മനസ്സ്, അതായത് സൃഷ്ടിയുടെ ഗർഭപാത്രം, പ്രതികരിക്കുന്നത് ചിന്തകളോടല്ല, വികാരങ്ങളോടാണ്. ഇങ്ങനെ ചിന്തിക്കൂ, നിങ്ങളുടെ ഉപബോധ മനസ്സ് ഒരു സിനിമാ പ്രൊജക്ടറാണ്. നിങ്ങളുടെ ഭാവന ആ സിനിമയുടെ ഫിലിം റീൽ ഉണ്ടാക്കുന്നു. എന്നാൽ ആ സിനിമയെ നിങ്ങളുടെ ജീവിതമാകുന്ന സ്ക്രീനിലേക്ക് പ്രൊജക്റ്റ് ചെയ്യുന്ന വെളിച്ചമാണ് വികാരം. ലോട്ടറി നേടണമെങ്കിൽ ഒരു ലോട്ടറി വിജയിയുടെ ആശ്വാസവും സന്തോഷവും സുരക്ഷിതത്വവും നന്ദിയും നിങ്ങൾ ഇപ്പോൾ തന്നെ അനുഭവിക്കണം. 4. അന്തിമഫലത്തിൽ ജീവിക്കുക. ലിവ് ഇൻ ദി എൻഡ്. നെവിലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉപദേശങ്ങളിലൊന്നാണ് അന്തിമഫലത്തിൽ ജീവിക്കുക എന്നത്. അതായത് ലക്ഷ്യത്തിലേക്കുള്ള പടികൾ ഭാവനയിൽ കാണുന്നതിനു പകരം നിങ്ങൾ നേരിട്ട് ലക്ഷ്യത്തിലെത്തി അവിടെ നിന്ന് ജീവിക്കുക. നിങ്ങൾ ടിക്കറ്റ് വാങ്ങുന്നതോ നറുക്കെടുപ്പ് കാണുന്നതോ അല്ല ഭാവനയിൽ കാണേണ്ടത്, മറിച്ച് നിങ്ങൾ വിജയിച്ചു കഴിഞ്ഞുവെന്ന് സൂചിപ്പിക്കുന്ന ഒരു രംഗമാണ് കാണേണ്ടത്. ലോട്ടറി അടിച്ച് പണം നിങ്ങളുടെ ബാങ്കിൽ വന്നതിനുശേഷം നിങ്ങൾ എന്തു ചെയ്യും? ഒരുപക്ഷെ നിങ്ങൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവരോട് പറയുകയായിരിക്കും, എല്ലാം കഴിഞ്ഞു, നമ്മൾ സാമ്പത്തികമായി സ്വതന്ത്രരായി. ആ അവസാന രംഗത്തിന്റെ അനുഭൂതിയിൽ നിങ്ങൾ ജീവിക്കുമ്പോൾ പ്രപഞ്ചം തനിയെ അതിലേക്കെത്താനുള്ള സംഭവങ്ങളുടെ ഒരു പാലം, ബ്രിഡ്ജ് ഓഫ് ഇൻസിഡൻസ് ഒരുക്കും. ആ അവസാനത്തിൽ വിശ്വസ്തയോടെ തുടരുക എന്നതു മാത്രമാണ് നിങ്ങളുടെ ജോലി. പരിശീലനത്തിനുള്ള വഴികൾ. ശരി, ഇപ്പോൾ നിങ്ങൾക്ക് തത്വങ്ങൾ മനസ്സിലായി. ഇനി ഇതെങ്ങനെ പ്രായോഗികമാക്കാം? നെവിൽ നമുക്ക് അതിശക്തമായ ചില ടെക്നിക്കുകൾ നൽകിയിട്ടുണ്ട്. 1. SATs, ഉറക്കത്തിന് സമാനമായ അവസ്ഥ. SATs നെവിലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ടെക്നിക്കാണ്. ഉറങ്ങുന്നതിന് തൊട്ടുമുൻപുള്ള ആ മയക്ക അവസ്ഥയാണിത്. ഈ അവസ്ഥയിൽ നിങ്ങളുടെ വിമർശകനായ ബോധമനസ്സ് ശാന്തമായിരിക്കും. നിങ്ങളുടെ ഉപബോധ മനസ്സ് നിർദ്ദേശങ്ങൾ സ്വീകരിക്കാൻ പൂർണ്ണമായും തയ്യാറായിരിക്കും. നിങ്ങളുടെ ആഗ്രഹത്തിന്റെ വിത്ത് പാകാൻ ഏറ്റവും അനുയോജ്യമായ സമയമാണിത്. ഇത് ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. ഘട്ടം 1. നിങ്ങളുടെ രംഗം തീരുമാനിക്കുക. ഉറങ്ങുന്നതിന് മുൻപ് നിങ്ങളുടെ ആഗ്രഹം സഫലമായി എന്ന് സൂചിപ്പിക്കുന്ന ചെറിയ ലളിതമായ ഒരു രംഗം തീരുമാനിക്കുക. ലോട്ടറി അടിക്കുന്നത് പോലെയല്ല, അതിനുശേഷമുള്ള ഒരു നിമിഷം.
ഉദാഹരണത്തിന്, നിങ്ങൾ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് നോക്കുമ്പോൾ അതിലെ വലിയ തുക കണ്ട് സന്തോഷിക്കുന്നു, അല്ലെങ്കിൽ ഒരു സുഹൃത്ത് നിങ്ങളുടെ കൈപിടിച്ച് കുലുക്കി പറയുന്നു, എനിക്ക് വിശ്വസിക്കാനാവുന്നില്ല, നീ ശരിക്കും ജയിച്ചല്ലോ. ഘട്ടം 2. എസ്എടിഎസ് അവസ്ഥയിലേക്ക് പോവുക. കിടന്ന് ശരീരം പൂർണ്ണമായും വിശ്രമിക്കുക. ദീർഘമായി ശ്വാസമെടുക്കുക. നിങ്ങൾ ഉറക്കത്തിന്റെ വക്കിലായിരിക്കണം, എന്നാൽ പൂർണ്ണമായി ഉറങ്ങിയിരിക്കരുത്. ഘട്ടം 3. രംഗം ആവർത്തിക്കുക. നിങ്ങളുടെ ഭാവനയിൽ നിങ്ങൾ ആ രംഗം വീണ്ടും വീണ്ടും ആവർത്തിക്കുക. അത് കാണുക, കേൾക്കുക, സ്പർശിക്കുക, അതിനെ ജീവനുള്ളതാക്കുക. ഘട്ടം 4. അത് യഥാർത്ഥമായി അനുഭവിക്കുക. ആ രംഗം ആവർത്തിക്കുമ്പോൾ അതിനനുസരിച്ചുള്ള വികാരങ്ങൾ ഉണർത്തുക. ആവേശം, ആശ്വാസം, പൂർണ്ണമായ ഉറപ്പ് എന്നിവ അനുഭവിക്കുക. ആ അവസ്ഥയിൽ ഉറങ്ങിപ്പോവുക എന്നതാണ് ലക്ഷ്യം. നിങ്ങൾ നിങ്ങളുടെ ഉപബോധ മനസ്സിൽ ആഗ്രഹം സഫലമായതിന്റെ അനുഭൂതി പതിപ്പിക്കുകയാണ്. 2. പുനരവലോകനം, റിവിഷൻ. നിങ്ങളുടെ യാഥാർത്ഥ്യം തിരുത്തിയെഴുതുക. റിവിഷൻ അതിശക്തമായ മറ്റൊരു ടെക്നിക്കാണ്. നെവിൽ പഠിപ്പിച്ചത് ഭൂതകാലം ഉറച്ച ഒന്നല്ല എന്നാണ്. എല്ലാ രാത്രിയിലും നിങ്ങൾക്ക് നിങ്ങളുടെ ദിവസം മാനസികമായി പുനഃപരിശോധിച്ച് ഇഷ്ടപ്പെടാത്ത ഏതൊരു സംഭവത്തെയും, സംഭാഷണത്തെയും, വികാരത്തെയും തിരുത്തിയെഴുതാം. ദിവസത്തിൽ എപ്പോഴെങ്കിലും പണത്തെക്കുറിച്ച് നിങ്ങൾക്ക് സംശയം തോന്നിയിരുന്നെങ്കിൽ അത് തിരുത്തുക. ഭാവനയിൽ ആ നിമിഷം വീണ്ടും കണ്ട് നിങ്ങളുടെ പ്രതികരണം മാറ്റുക. നിങ്ങൾ സമൃദ്ധിയുടെയും സുരക്ഷിതത്വത്തിന്റെയും വികാരത്തോടെ പ്രതികരിക്കുന്നതായി കാണുക. ഭൂതകാലത്തെ തിരുത്തുന്നതിലൂടെ നിങ്ങൾ ഓർമ്മയെ മാറ്റുന്നു. നിങ്ങളുടെ ഭാവി ഭൂതകാലത്തിന്റെയും ഇപ്പോഴത്തെ ബോധത്തിന്റെയും വിത്തുകളിൽ നിന്നാണ് മുളയ്ക്കുന്നത് എന്നതിനാൽ നിങ്ങൾ നിങ്ങളുടെ ഭാവിയെയും മാറ്റുന്നു. ഇനി നമുക്ക് ഇതെല്ലാം നമ്മുടെ ലോട്ടറി എന്ന ലക്ഷ്യത്തിനായി ഒരുമിപ്പിക്കാം. ഘട്ടം 1. നിങ്ങളുടെ എന്തിന് എന്ന് നിർവചിക്കുക. ആദ്യം വ്യക്തത വരുത്തുക. കാര്യം പണമല്ല, ആ പണം എന്തിനെ പ്രതിനിധീകരിക്കുന്നു എന്നതാണ് പ്രധാനം. സ്വാതന്ത്ര്യമോ, സുരക്ഷിതത്വമോ, കുടുംബത്തെ സഹായിക്കാനുള്ള അവസരമോ, നിങ്ങളുടെ അഭിനിവേശം പിന്തുടരാനുള്ള മാർഗമോ? ആഴത്തിൽ ചിന്തിക്കുക. നിങ്ങളുടെ എന്തിന് എന്ന ചോദ്യത്തിനുള്ള ഉത്തരമാണ് നിങ്ങളുടെ വികാരത്തിന്റെ ഇന്ധനം. അതെഴുതി വയ്ക്കുക. അത് നൽകുന്ന ആവേശം അനുഭവിക്കുക. ഘട്ടം 2. നിങ്ങളുടെ എസ്എടിഎസ് രംഗം രൂപപ്പെടുത്തുക. ഇനി നിങ്ങളുടെ ഭാവനാരംഗം സൃഷ്ടിക്കാം. ഓർക്കുക, അത് ആഗ്രഹം സഫലമായി എന്ന് സൂചിപ്പിക്കുന്നതായിരിക്കണം. തെറ്റായ രംഗം, ലോട്ടറി നറുക്കെടുപ്പ് കാണുന്നത്. ഇത് ആഗ്രഹിക്കുന്നതിനെയാണ് സൂചിപ്പിക്കുന്നത്, നേടിയതിനെയല്ല. ശരിയായ രംഗം, നിങ്ങൾ നിങ്ങളുടെ ഫിനാൻഷ്യൽ അഡ്വൈസറുമായി സംസാരിക്കുന്നു. അദ്ദേഹം പറയുന്നു, അഭിനന്ദനങ്ങൾ, നിങ്ങളുടെ അക്കൗണ്ടുകളെല്ലാം ശരിയായിട്ടുണ്ട്. മറ്റൊരു നല്ല രംഗം, നിങ്ങൾ നിങ്ങളുടെ അമ്മയോട് ഫോണിൽ സംസാരിക്കുന്നു. നിങ്ങൾ, അമ്മേ, ഇനി നമ്മൾ പണത്തെക്കുറിച്ച് വിഷമിക്കേണ്ട എന്ന് പറയുമ്പോൾ അവർ സന്തോഷം കൊണ്ട് കരയുന്നത് നിങ്ങൾ കേൾക്കുന്നു. ശക്തമായ ഒരു ചെറിയ രംഗം തിരഞ്ഞെടുത്ത് എല്ലാ രാത്രിയും എസ്എടിഎസിൽ അത് നിങ്ങളുടെ ഭാവനാ പ്രവൃത്തിയായി മാറ്റുക. ഘട്ടം 3. പകൽ സമയത്തും ആ അനുഭൂതിയിൽ ജീവിക്കുക. ഇത് വളരെ പ്രധാനമാണ്. രാത്രി 10 മിനിറ്റ് എസ്എടിഎസ് ചെയ്തിട്ട് അടുത്ത 23 മണിക്കൂറും ഇല്ലായ്മയും ഉത്കണ്ഠയും അനുഭവിച്ചാൽ കാര്യമില്ല. നിങ്ങൾ ആ അവസ്ഥ നിലനിർത്തണം. ഇതാണ് നിങ്ങളുടെ മാനസിക ഡയറ്റ്. ദിവസം മുഴുവൻ പണത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോഴെല്ലാം സ്വയം ചോദിക്കുക, ഞാനൊരു കോടീശ്വരനായിരുന്നെങ്കിൽ എനിക്കെങ്ങനെ തോന്നുമായിരുന്നു? എന്നിട്ട് ആ വികാരം സ്വീകരിക്കുക. അവരെപ്പോലെ നടക്കുക, അവരെപ്പോലെ ചിന്തിക്കുക. ആ സമാധാനവും സുരക്ഷിതത്വവും ഇപ്പോൾ അനുഭവിക്കുക. നിങ്ങൾ വിജയിക്കാൻ ശ്രമിക്കുകയല്ല, നിങ്ങൾ ഇതിനകം ഒരു വിജയിയാണ്. ഭൗതിക ലോകം അതിനനുസരിച്ച് മാറാൻ കാത്തിരിക്കുകയാണെന്ന് മാത്രം. ഘട്ടം 4. പ്രചോദിതമായ പ്രവൃത്തി ചെയ്യുക. ഇൻസ്പയർഡ് ആക്ഷൻ. നെവിൽ പ്രവൃത്തിക്കെതിരായിരുന്നില്ല. ഭയത്തിൽ നിന്നോ ഇല്ലായ്മയിൽ നിന്നോ ഉണ്ടാകുന്ന നിർബന്ധിത പ്രവൃത്തിക്ക് എതിരായിരുന്നു. നിങ്ങൾ ഒരു വിജയിയുടെ അവസ്ഥയിൽ ജീവിക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക സ്ഥലത്തു നിന്നോ ഒരു പ്രത്യേക ദിവസമോ ടിക്കറ്റ് വാങ്ങാൻ നിങ്ങൾക്ക് പെട്ടെന്നൊരു ഉൾപ്രേരണയുണ്ടായേക്കാം. അത് സ്വാഭാവികമായി തോന്നും, അല്ലാതെ വെപ്രാളമായിരിക്കില്ല. ആ ഉൾവിളി പിന്തുടരുക. അതാണ് സംഭവങ്ങളുടെ പാലം തുറക്കുന്നത്. വിജയിക്കാൻ നിങ്ങൾ ടിക്കറ്റ് വാങ്ങണം, പക്ഷേ അത് വാങ്ങുന്ന പ്രവൃത്തി ആ പ്രക്രിയയിലെ ഒരു അനായാസമായ പടിയായിരിക്കണം, അല്ലാതെ പ്രധാന പരിശ്രമമാകരുത്. അവസാനിപ്പിക്കുന്നതിനു മുൻപ് 2 പ്രധാന കാര്യങ്ങൾ പറയേണ്ടതുണ്ട്. ഒന്നാമതായി, പലരും ആശങ്കപ്പെടുന്നു, ഞാൻ വിജയിച്ചാൽ മറ്റൊരാൾ തോൽക്കുന്നതിന് തുല്യമല്ലേ? ഇത് ഇല്ലായ്മയുടെ ചിന്തയിൽ നിന്നാണ് വരുന്നത്. നെവിൽ പഠിപ്പിച്ചത് ബോധം മാത്രമാണ് യാഥാർത്ഥ്യമെന്നാണ്. നിങ്ങൾ പരിമിതമായ ഒരു വിഭവത്തിൽ നിന്ന് എടുക്കുകയല്ല, നിങ്ങളുടെ സ്വന്തം ബോധത്തിന്റെ അനന്തമായ സാധ്യതകളിൽ നിന്ന് നിങ്ങൾ സൃഷ്ടിക്കുകയാണ്. നിങ്ങളുടെ വിജയം മറ്റൊരാളുടെ നഷ്ടം സൃഷ്ടിക്കുന്നില്ല. ഓരോരുത്തരും അവരവരുടെ യാഥാർത്ഥ്യത്തിലെ സൃഷ്ടാക്കളാണ്. നിങ്ങളുടെ മനസ്സിനെ ശാക്തീകരിക്കുക, നിങ്ങളുടെ യാഥാർത്ഥ്യം രൂപപ്പെടുത്താൻ നിങ്ങൾക്കുള്ളിലെ ശക്തിയെ കാണിച്ചു തരിക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഈ യാത്ര തന്നെ ഒരു വലിയ മാറ്റത്തിന് കാരണമാകും. അതുകൊണ്ട് നിങ്ങളാകാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണെന്ന് സങ്കൽപ്പിക്കാൻ ധൈര്യം കാണിക്കുക. ആ അനുഭൂതിയിൽ ജീവിക്കുക. ആ സങ്കല്പത്തിൽ ഉറച്ചു നിൽക്കുക. നിങ്ങളുടെ ലോകം അതിനനുസരിച്ച് മാറുന്നത് കാണുക. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ കണ്ടതിന് നന്ദി. അടുത്ത തവണ കാണുന്നതുവരെ.